ഒരുപാട് നടന്നോ? ആ മുഖം കണ്ടാലറിയാം. കുളിക്കുന്നോ അപ്പോ? ആ കുളിക്കണം, കുറച്ച് കഴിയട്ടെ. ജോലി അന്വേഷിച്ചു പോയിട്ട് അതിന്റെ കാര്യം എന്താണെന്ന് താൻ ചോദിക്കാത്തെന്താ? അത് ചോദിക്കേണ്ട കാര്യം എന്താ? കിട്ടിയില്ലെന്ന് ആളെ കണ്ടാൽ തന്നെ അറിയില്ലേ? ആട്ടി ഓടിക്കുന്ന പോലെ പലരും. പരിചയമുള്ളവർക്കാണെങ്കിൽ ഒഴിഞ്ഞു മാറുള്ള മിടുക്ക് വേറെയും. എല്ലാ ആളുകളും നമ്മളെപ്പോലെ ആയിരിക്കും. മൈൻഡ് ചെയ്യാത്തവരെ ചെയ്യണ്ട, സഹായിക്കാൻ തോന്നാത്തവരെ സഹായിക്കാൻ വേണ്ട. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ പറ്റുമോ? വരുൺ വിചാരിച്ചാ ഒരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതേത് കാര്യത്തിനാ ഇല്ലാത്തത്? ഒരു കാര്യം നഷ്ടപ്പെടുമ്പോ ഇതിനേക്കാളും നല്ലൊരു കാര്യം വരാനുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വിഷമവും നമ്മുടെ മനസ്സിനകത്ത് വരില്ല. ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഒരു വിഷമം മനസ്സിലേക്ക് കയറില്ല. ഈ സമ്പന്നതയുടെ കസരയിരിക്കുമ്പോ നമുക്കൊരു തോന്നലുണ്ടാവും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നമ്മളെക്കാൾ മികച്ച ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടെന്ന്. അവരൊക്കെ ഒന്നിച്ച് നമുക്ക് നേരെ കൈ നീട്ടുമെന്ന്. ഞാൻ അങ്ങനെയാ കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ സഹായിച്ചവര് പോലും, നമ്മൾ കാരണം ജീവിച്ചവര് പോലും കൈമലർത്തി കാണിച്ചു. പേടിയാടോ, ബാധ്യതയായി പോകുന്നുള്ള പേടി. ഇത്ര പെട്ടെന്ന് ജോലി അന്വേഷിച്ച് മടുത്തുന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ സത്യത്തിൽ മടുത്തു, ശരിക്കും മടുത്തു. അങ്ങനെ മടുത്താ നമുക്ക് ജീവിക്കണ്ടേ? മുന്നോട്ട് എന്തിനു നീങ്ങണമെങ്കിലും നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ? തകർക്കാൻ നോക്കുന്നവരൊക്കെ നോക്കിക്കോട്ടെ, തകരില്ലെന്ന് നമ്മൾ തീരുമാനിച്ചാ പോരെ. ദേഹം വേദനയൊക്കെ മാറിയോ തനിക്ക്? അതിന് എനിക്ക് വേദന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താൻ പറയില്ല, പക്ഷെ തനിക്ക് വേദനിച്ചാൽ എന്നോട് എന്റെ മനസ്സ് പറയും. പണിയെടുത്ത് വലഞ്ഞുവല്ലേ? ഏയ്, ഞാൻ ഇവിടെയുള്ള പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിരുന്നതല്ലേ. ഇടയ്ക്ക് കുറച്ചുനാളെ രാധിക മോളുണ്ടായിരുന്നു. അവൾ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഉർവശിയും കൽപ്പനയും അടുക്കളയിൽ കയറില്ല. വേറെ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യില്ല. അപ്പോ എല്ലാം ചെയ്യേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. പണ്ടും ചെയ്തിരുന്നു, പക്ഷേ അന്ന് താൻ ഈ വീട്ടിന്റെ ഉടമയായിരുന്നു. ഇന്ന് വെറും അടിമയല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ. നമ്മൾ അതിന് പരാതി പറയാനും പ്രതികരിക്കാനും ഒന്നും പോണ്ട. പ്രതികരിക്കാനുള്ള ശേഷി ഇപ്പോ എനിക്കില്ലല്ലോ. പരമേശ്വരൻ തോറ്റുപോയവനല്ലേ. ജീവിതത്തിന്റെ അവസാന കാലത്ത് ഭാര്യയ്ക്കൊരു മനസുഖം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരുത്തൻ. ആരും മനസമാധാനം തരുന്നില്ലെന്നാ പരമേശ്വരനോ? എനിക്ക് അങ്ങനെ ഒരു പരാതി എന്റെ ശ്വാസം നിലക്കുന്നവരെ തോന്നില്ല. എന്നോടുള്ള പരിഗണനയും സ്നേഹമൊക്കെ എത്ര കാലം മുൻപ് മനസ്സിലാക്കിയതാ ഞാൻ. അതൊരു അനുഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്നില്ലേ? മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാ തനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. പക്ഷേ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടോ. വീഴ്ചകളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന കാലത്ത് ജീവിത സായാഹ്നത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് കണക്കുകൂട്ടലുകളൊക്കെ നടത്തി വച്ചിരുന്നു. കുറെ യാത്രകൾ, കുറെ ക്ഷേത്ര ദർശനങ്ങൾ, അങ്ങനെ അങ്ങനെ. ഇപ്പോഴും ആവാം അതൊക്കെ. പക്ഷെ കണിമംഗലം പരമേശ്വരനായിട്ടല്ല. വേണമെങ്കിൽ ഒരു യാചകനായിട്ട് അങ്ങനെ പറ്റൂ. നോക്ക്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ഈ മനസ്സിന് മനസ്സമാധാനം കിട്ടണേന്നാ. ഭർത്താവിന്റെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിൽ ഭാര്യയുടെ ഏറ്റവും വലിയ സംതൃപ്തി അതാ. എന്താ ഇത്? എന്റെ മനസ്സിന്റെ സമാധാനത്തിന് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒരു നിഴല് പോലെ എന്റെ കൂടെ ഉള്ളവളാ. ഒരു പരാതി കൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കാത്തവൾ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ. പക്ഷെ
ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടു, സംസാരിച്ചു. തോന്നലാടോ. നോക്ക്, അമ്മയുടെ സ്നേഹം അത് കാണിക്കുന്നത്. ഓള് സങ്കടപ്പെടാൻ തുടങ്ങിയപ്പോ സ്വപ്നത്തിലായാലും ഓടി വന്നല്ലോ, അനുഗ്രഹം തന്നില്ലേ? അമ്മ ഇപ്പൊ എവിടെ ആയിരിക്കും? അമ്മ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാണുമോ? രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ എന്നെ വിളിക്കാത്ത? ആരതി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ദുർഗയും പറഞ്ഞു, തെളിവുകളില്ലാതെ ഒരു കാര്യം വിശ്വസിക്കരുതെന്ന്. അമ്മയില്ലതായെന്ന് വിശ്വസിക്കാൻ ഒരു തെളിവും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്റെ ശ്വാസം മാത്രം മതി. ഓരോ ശ്വാസത്തിലും അമ്മ ജീവിച്ചിരിക്കുന്നതിന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് കൂടിക്കൂടി വരിക. ആയിക്കോട്ടെ, അമ്മ എവിടെയെങ്കിലും ഉണ്ടാവണം, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എന്നിട്ട് ആ അമ്മയുടെ മുമ്പിൽ എനിക്ക് തന്നെ കൊണ്ടുപോയി നിർത്തണം. ഇതിന്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ. അമ്മ വരും. അതിനു മുൻപ് വരുന്ന ജോലി കിട്ടും. വരൻ പഴയതുപോലെ സന്തോഷവാനും ആവും. താൻ ഉറപ്പ് പറഞ്ഞാൽ നടക്കും, എനിക്ക് വിശ്വാസം. കിടന്നേ, രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? കിടന്നു.